ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വന്ദന ജഗന്റെ പുറകിൽ കയറാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്നൊരു ഓട്ടോ വരുന്നുണ്ട്. വന്ദന അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ സേവനം ഇനിയും വേണ്ട, ദാ ഓട്ടോ വരുന്നു എന്ന് പറയുന്നു. ജഗൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നശിപ്പിച്ചല്ലോ എന്ന്, കറക്റ്റ് സമയത്ത് വണ്ടി വന്നല്ലോ എന്നൊക്കെ വിചാരിക്കാണ്. വന്ദന ഓട്ടോയിൽ കയറി പോകുന്നുണ്ട്. ഓട്ടോക്കാരനോട് വന്ദന പറയുന്നുണ്ട് കുറച്ച് സ്പീഡിൽ വിടണമെന്നൊക്കെ. വിക്രം ഉടനെ തന്നെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വക്കീലിനെ ഫോൺ ചെയ്യുന്നുണ്ട്. വക്കീലിനെ വഴക്ക് പറയുന്നുണ്ട്, നിങ്ങളെ ഒരു ഫയൽ ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ട എന്നൊക്കെ ചോദിക്കുന്നു. വക്കീൽ അപ്പോൾ പറയുന്നുണ്ട്, സാർ എന്താണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ. വിക്രം പറയുന്നുണ്ട്, താൻ ഇപ്പൊ തന്നെ ഓഫീസിൽ പോയിട്ട് എന്റെ ഫയൽ അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അത് അവിടെ ഇല്ലെന്നൊക്കെ പറയുന്നു. വിക്രം ഓഫീസിൽ ചെന്നിട്ട് ഉടനെ തന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഫോൺ വെക്കുന്നു. വക്കീൽ കൂടെയുള്ള ആളോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് പോകണമെന്ന്. വക്കീൽ ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസ് തുറന്നു കിടക്കുകയാണ്. വന്ദനയെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ഫയൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ ഫയൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഫയലിൽ എല്ലാ ഡോക്യുമെന്റും ഉണ്ടല്ലോ എന്നൊക്കെ വക്കീൽ വിചാരിക്കുന്നു. അതിനുശേഷം അപ്പുറത്തേക്ക് പോകുമ്പോൾ വന്ദനയും അവിടെ ഇരിക്കുന്നത് കാണുന്നു. വക്കീൽ ചോദിക്കുന്നുണ്ട്, വന്ദന എവിടെയായിരുന്നുവെന്ന്. വന്ദന അപ്പോൾ വാഷ്റൂമിലായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ചോദിക്കുന്നുണ്ട്, സാർ ഇന്ന് ലീവാണെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താണ് പെട്ടെന്ന് വന്നതെന്നൊക്കെ ചോദിക്കുന്നു. വക്കീൽ എപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. വന്ദന എപ്പോൾ പറയുന്നുണ്ട്, അതുകൊണ്ടല്ല, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സാർ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ ചെയ്തോളുമല്ലോ, അതുകൊണ്ടാണെന്നൊക്കെ. വക്കീൽ എപ്പോൾ പറയുന്നുണ്ട്, ഒരത്യാവശ്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നതാണ്, ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു പോകും, ഇന്നും വലിയ ജോലിയൊന്നുമില്ല, വന്ദനയും വേണമെങ്കിൽ പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു. വക്കീൽ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ വന്ദനയ്ക്ക് ആശ്വാസമാകുന്നുണ്ട്. വന്ദന ശ്യാമിനെ വിളിക്കുന്നുണ്ട്. ശ്യാം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് വന്ദന ശ്യാമിന്റെ കൂട്ടുകാരനെ വിളിക്കുന്നു. ശ്യാമിന്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, ശ്യാം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, എനിക്ക് ശ്യാമിനെ അത്യാവശ്യമായിട്ട് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുന്നു. കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, അവനാണെങ്കിൽ ഇപ്പോൾ ഫോണൊന്നും എടുക്കുന്നില്ല, അവന്റെ വീട്ടിലേക്ക് പോയാലും അവന്റെ അച്ഛൻ ഞങ്ങളെ ഒരുപാട് ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട്, എന്തായാലും വന്ദനേച്ചിക്ക് വേണ്ടി ഞാനൊന്ന് ശ്രമിക്കാമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് വന്ദന വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ വർഷയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ്. വന്ദനയുടെ അടുത്തേക്ക് ദിയമോൾ വന്നിട്ട് പരാതി പറയുന്നുണ്ട്, വന്ദനാമ്മ എപ്പോഴും വർഷ കുഞ്ഞമ്മയെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, എന്നോട് ഒരു സ്നേഹവും ഇല്ലെന്നൊക്കെ പറയുന്നു. വന്ദന അപ്പോൾ അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. വന്ദന ദിയമോളുടെ പരിഭവമൊക്കെ മാറ്റുന്നു. ശേഷം കാണിക്കുന്നത് ശ്യാമിന്റെ കൂട്ടുകാരൻ മിഥുൻ ശ്യാമിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ശ്യാമിനോട് വഴക്ക് പറയുന്നുണ്ട്, നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ റൂമിൽ അടച്ചിരിക്കുന്നത്, മൊബൈലൊക്കെ എടുത്ത് എന്താണ് സംസാരിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു. കോളേജ് ആകുമ്പോൾ പ്രണയമൊക്കെ സാധാരണമായ കാര്യമല്ലേ, അവളോടാണെങ്കിൽ നീ ഇഷ്ടമാണെന്ന് പോലും പറഞ്ഞില്ല, പിന്നെ വർഷ നിന്റെ പ്രണയം എങ്ങനെയാണ് അറിയുന്നത്, അവള് വിവാഹവും കഴിഞ്ഞു പോയി, ഇനി അതൊക്കെ മറക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു. വന്ദനേച്ചിയാണെങ്കിൽ നിന്നോട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്, എന്താണ് കാര്യമെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. ശ്യാം അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്നൊക്കെ. കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, വന്ദനേച്ചിയുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാകുന്നത് വർഷ എന്തോ അപകടത്തിലാണെന്നാണ്. ആ കാര്യം കേൾക്കുമ്പോൾ ശ്യാമിന് ടെൻഷൻ ആകുന്നുണ്ട്. വർഷ എന്ത് അപകടത്തിലാണെന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് ശ്യാമിന്റെ അച്ഛൻ കയറി വരികയാണ്. ശ്യാമിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇത്ര ഗൗരവമായിട്ട് നിങ്ങൾ എന്ത് ചർച്ചയാണ് നടത്തുന്നതെന്നൊക്കെ. കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, ബ്ലഡ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു, ഒരാൾക്ക് ബ്ലഡ് ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ശ്യാമിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കോലത്തിൽ ഇവന് ബ്ലഡ് ഒന്നും കൊടുക്കാനുള്ള ശക്തിയൊന്നും ഇല്ലെന്നൊക്കെ. എന്തായാലും നിങ്ങളുടെ ഡിസ്കഷൻ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വെളിയിലേക്ക് പോവുകയാണ്. കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, അച്ഛൻ എന്തെങ്കിലും സംശയം കാണും, എന്തായാലും വന്ദനേച്ചിയുടെ കോള് നീ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ ഇറങ്ങുകയാണ്. കൂട്ടുകാരൻ വെളിയിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ശ്യാമന്റെ അച്ഛൻ പിടിച്ചു നിർത്തുകയാണ്. നീ എന്നോട് കള്ളം പറഞ്ഞതല്ലേ, ബ്ലഡിന്റെ കാര്യമൊന്നുമല്ല നിങ്ങൾ ഡിസ്കഷൻ നടത്തിയത്, വേറെ എന്തോ കാര്യമുണ്ട്, എന്താണെങ്കിലും എന്നോട് പറയാനെന്നൊക്കെ പറയാണ്. ആ സമയത്ത് ശ്യാമിന്റെ അമ്മയും അവിടേക്ക് വരുന്നുണ്ട്. ശ്യാമിന്റെ അമ്മ പറയുന്നുണ്ട്, നമ്മുടെ മകൻ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് മടുത്തു പോവുകയാണ്, അവനെ കാണാൻ ഇടയ്ക്ക് ഒരു കൂട്ടുകാരെങ്കിലും വരുന്നത്, അതുകൂടെ നിങ്ങൾ ഇല്ലാതാക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ശ്യാമിന്റെ അമ്മ മിഥുനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്നുണ്ട്. ശ്യാമിന്റെ അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട്, നീയും കൂടാണ് എല്ലാത്തിനും കൂട്ടി നിൽക്കുന്നത്, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, എന്തായാലും ഞാനത് കണ്ടുപിടിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു. ശ്യാമിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ചന്ദ്രിക കാണിച്ചതുപോലെ ഈ കുടുംബത്തിൽ ഇനിയും ഒരു കാര്യവും നടക്കാൻ പാടില്ല, അതുകൊണ്ട് ശ്യാമിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു.
വന്ദനയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട്. അത് ശ്യാമിന്റെ കോളാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.